എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ജീവിതം ആരുടെയും താല്പര്യങ്ങൾക്കായി മാറ്റിവെക്കാനുള്ളതല്ല. അത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും സന്തോഷത്തിനും വേണ്ടിയുള്ളതാണ്. എന്നാൽ പലപ്പോഴും നമ്മളറിയാതെ മറ്റുള്ളവർ നമ്മളെ ഉപയോഗിക്കുന്നുണ്ട്. സൗഹൃദത്തിൻ്റെ പേരിലോ സ്നേഹത്തിൻ്റെ പേരിലോ സഹതാപത്തിൻ്റെ പേരിലോ അവർ നമ്മളുടെ സമയം, ഊർജം, പണം എന്നിവയെല്ലാം ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ട് സംഭവിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾ വേണ്ട എന്ന് പറയാൻ മടിക്കുന്നത് കൊണ്ടാണോ? നമ്മൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണോ? നമ്മുടെ അതിരുകൾ എന്താണെന്ന് നമുക്ക് പോലും വ്യക്തമല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് നമ്മൾ 6 പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആരെയും വേദനിപ്പിക്കാതെ അതേസമയം ആരും നിങ്ങളെ യൂസ് ചെയ്യാതെ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പഠിപ്പിക്കും. വേണ്ട എന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല. അത് നിങ്ങളുടെ അതിരുകളെ സംരക്ഷിക്കാനുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ്. ഒരു സുഹൃത്ത് നിങ്ങളോട് ഒരുപാട് ജോലികൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. നിങ്ങൾക്ക് സമയമില്ല. അപ്പോൾ നിങ്ങളെ ഇങ്ങനെ പറയാൻ പഠിക്കണം: സോറി, എനിക്കിപ്പോൾ സാധിക്കില്ല, എൻ്റെ മറ്റ് ജോലികൾ തീർക്കാൻ സമയമില്ല. സത്യസന്ധവും സൗഹാർദ്ദപരമായ ഈ പ്രതികരണം നിങ്ങളെ കുറ്റബോധത്തിന് രക്ഷിക്കുകയും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. നിങ്ങൾ നിരസിക്കുമ്പോൾ അവർക്ക് വിഷമം തോന്നിയേക്കാം, പക്ഷെ നിങ്ങളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് തിരിച്ചറിയണം. മറ്റൊരാൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് നിങ്ങളും ചിന്തിക്കണം. ഒരാൾ നിങ്ങളോട് സഹായം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും അത് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? അതോ നിങ്ങൾ അവരെ വിഷമിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ചെയ്യുന്നതാണോ എന്നും ചിന്തിക്കണം. മറ്റുള്ളവരുടെ പെരുമാറ്റവും ശ്രദ്ധിക്കണം. ഒരു വ്യക്തി നിങ്ങളെ സമീപിക്കുന്നത് എപ്പോഴും എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ മാത്രമാണ്. അവർക്ക് നിങ്ങളെ കൊണ്ടുള്ള കാര്യം കഴിഞ്ഞാൽ അവർ നിങ്ങളോട് സംസാരിക്കാറുണ്ടോ? അവർ നിങ്ങളുടെ നേട്ടങ്ങളിലും സന്തോഷങ്ങളിലും പങ്കുചേരാറുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ നല്ലൊരു ബന്ധത്തിലല്ല എന്ന് തിരിച്ചറിയണം. ഒരു ബന്ധം എന്നത് കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ്. അത് എല്ലായ്പ്പോഴും ഒരു ഭാഗത്തേക്ക് മാത്രമാകുമ്പോൾ അത് ആരോഗ്യകരമായ ഒരു ബന്ധമല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ ആ ബന്ധങ്ങളിൽ നിന്ന് പതിയെ അകലം പാലിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെക്കാൾ കുറവല്ലെന്ന് മനസ്സിലാക്കണം. എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ ഓടിച്ചെല്ലുന്നതിന് മുൻപ് നിങ്ങൾക്ക് സ്വയം എന്താണ് വേണ്ടതെന്ന് ചിന്തിക്കുക. സ്വയം ശ്രദ്ധിക്കുന്നത് സ്വാർത്ഥതയല്ല. നിങ്ങൾ ശാരീരികമായും മാനസികമായും ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ മറ്റുള്ളവരെ യഥാർത്ഥത്തിൽ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയൂ. നിങ്ങൾ ഒരുപാട് ക്ഷീണിതനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ തീർക്കാനുണ്ടെങ്കിൽ, മറ്റൊരാളുടെ ആവശ്യം നിറവേറ്റുന്നതിന് മുൻപ് നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക. ചില ആളുകൾ നിങ്ങളെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് വികാരങ്ങളെ സ്വാധീനിച്ചാണെന്ന് ആദ്യം തിരിച്ചറിയണം. നീ എൻ്റെ യഥാർത്ഥ സുഹൃത്തായിരുന്നെങ്കിൽ ഇത് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ നിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കാം. ഇത്തരം സംഭാഷണങ്ങൾ തിരിച്ചറിയുകയും അതിൽ വീഴാതിരിക്കുകയും ചെയ്യുക. സ്നേഹവും സൗഹൃദവും ഒരിക്കലും നിങ്ങളെ കൊണ്ട് ഒരു കാര്യവും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കില്ല. അവർ നിങ്ങളുടെ തീരുമാനങ്ങളെ ബഹുമാനിക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എനിക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ ഇപ്പോൾ അതിന് കഴിയില്ല എന്ന് വ്യക്തമായി പറയാൻ ശ്രമിക്കുക. ഒരു വ്യക്തി നിങ്ങളെ നിരന്തരം ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ആ ബന്ധം തുടരണോ എന്ന് ഗൗരവമായി ചിന്തിക്കുക. അത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? ആ ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? ഒരു ബന്ധം നിങ്ങളെ നിരന്തരമായി വിഷമിപ്പിക്കുകയും നിങ്ങളുടെ ഊർജം ചോർത്തിക്കളയുകയും മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അത് അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് പൂർണ്ണമായ അവകാശമുണ്ട്. അതൊരു പക്ഷേ വേദനാജനകമായ ഒരു തീരുമാനമായിരിക്കാം, പക്ഷേ നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആളുകൾ നിങ്ങളെ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ആത്മാഭിമാനം കുറവായിരിക്കുമ്പോഴായിരിക്കാം. സ്വയം സ്നേഹിക്കാനും നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കാനും പഠിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളെ അവരുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ മൂല്യം നിങ്ങൾക്കറിയുമ്പോൾ നിങ്ങളെ ബഹുമാനിക്കാത്ത ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വയം അകന്നു മാറും. ഈ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്ക് ആരോഗ്യകരമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും നിങ്ങളെ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാനും കഴിയും. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് എപ്പോഴും മനസ്സിലാക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.